സംഖ്യാശാസ്ത്രം എന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. സംഖ്യകൾ എന്ന് കേവലം നാം എഴുതുന്ന സംഖ്യകൾ മാത്രമല്ല, അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഗ്രഹശക്തികളാണ് നമ്മെ സ്വാധീനിക്കുന്നത്. അവ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. സംഖ്യാശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇന്നത്തെ ഋഷിപ്രോക്തം ചാനലിലെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ ജന്മസംഖ്യകളിലും ജനിക്കുന്നവരുടെ സമ്പൂർണ്ണ ഫലത്തെ ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോകൾക്ക് പ്രേക്ഷകർ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് തന്നിരുന്നത്. ആ വിഷയത്തിൽ ഓരോ സംഖ്യയെക്കുറിച്ചും അവരുടെ ഫലങ്ങളെക്കുറിച്ചും സ്വഭാവങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള സമ്പൂർണ്ണ വീഡിയോ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ 3 വർഷത്തിലധികമായി ഞാൻ നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലും വളരെ വിശദമായിട്ടായിരിക്കും നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ചെയ്തതുപോലെ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനം വരും ദിവസങ്ങളിൽ അതിന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രപരമായിട്ടുള്ളതാണ്. എന്നാൽ സംഖ്യാശാസ്ത്രം അനുസരിച്ച് നിങ്ങളുടെ ഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് ധരിക്കേണ്ട ലോഹം എന്നിവയാണ് പ്രതിപാദിക്കുന്നത്. വളരെ വിശേഷപ്പെട്ട അറിവായിരിക്കും. നിങ്ങൾ ജനിച്ച തീയതി പ്രകാരം നിങ്ങൾ ധരിക്കേണ്ട ലോഹം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യകാര്യത്തിൽ മറ്റെല്ലാ തലത്തിലും അതിന് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവരും സുഖമായിരിക്കട്ടെ, അതിനുള്ള ഒരു ശ്രമമാകട്ടെ ഇത്. സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങളുടെ ഗ്രഹങ്ങളും നിങ്ങൾ ധരിക്കേണ്ട ലോഹങ്ങളും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം പറയുന്നത് ജന്മസംഖ്യ 1 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി, 28-ാം തീയതി എന്നീ തീയതികളിലൊക്കെ ജനിക്കുന്നവരുടെയാണ് ജന്മസംഖ്യ 1 വരുന്നത്. അവരുടെ ഗ്രഹം സൂര്യനാണ്. സ്വർണമോ ചെമ്പോ 1 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് ധരിക്കാവുന്നതാണ്. അതുവഴി അവർക്ക് നേതൃഗുണവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടും അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി 2 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ കാര്യം നോക്കാം. 2 ജന്മസംഖ്യ എന്നാൽ 2-ാം തീയതി ജനിക്കുക, 11-ാം തീയതി ജനിക്കുക, 20-ാം തീയതി ജനിക്കുക, 29-ാം തീയതി ജനിക്കുക എന്നിവരാണ്. 2 ജന്മസംഖ്യക്കാരുടെ ഗ്രഹം ചന്ദ്രനാണ്. വെള്ളിയോ വെള്ള പോലെയുള്ള ലോഹങ്ങളോ ധരിക്കാം. അത് ധരിക്കുന്ന വഴി ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ കൂടാതെ മനഃശാന്തിയും മറ്റുള്ളവരുടെ സ്നേഹ ആദരവും അധികമായി ലഭിക്കും. ഇനി 3 ജന്മസംഖ്യക്കാരുടെ വിശേഷം പരിശോധിക്കാം. 3 ജന്മസംഖ്യ എന്നാൽ 3-ാം തീയതി ജനിക്കുക, 12-ാം തീയതി ജനിക്കുക, 21-ാം തീയതി ജനിക്കുക, 30-ാം തീയതി ജനിക്കുക. വ്യാഴമാണ് 3 ജന്മസംഖ്യക്കാരുടെ ഗ്രഹം. വ്യാഴം അഥവാ ബൃഹസ്പതിയുടെ ലോഹമായി പറയുന്നത് സ്വർണമാണ്. അതുകൊണ്ട് തന്നെ സ്വർണം ധരിക്കുന്നത് വഴി 3 ജന്മസംഖ്യയുള്ളവർക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അറിവും ഭാഗ്യവും വർദ്ധിക്കുന്നതാണ്. ഇനി 4 ജന്മസംഖ്യയുള്ളവരുടെ വിശേഷം നോക്കാം. 4 ജന്മസംഖ്യ എന്നാൽ 4-ാം തീയതി ജനിക്കുക, 13-ാം തീയതി ജനിക്കുക, 22-ാം തീയതി ജനിക്കുക, 31-ാം തീയതി ജനിക്കുക. 4 ജന്മസംഖ്യക്കാരുടെ ഗ്രഹം രാഹുവാണ്. അനുയോജ്യമായിട്ടുള്ള ലോഹം സ്വർണം, ഇരുമ്പ്, സ്റ്റീൽ എന്നിവയാണ്. ഇത് ധരിക്കുന്നത് വഴി ആരോഗ്യപരമായിട്ടുള്ള ഗുണഗണങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ സ്ഥിരതയും ശക്തിയും ഇത് നൽകും. ഇനി നമുക്ക് 5 ജന്മസംഖ്യക്കാരുടെ വിശേഷം പരിശോധിക്കാം. 5 ജന്മസംഖ്യ എന്നാൽ 5-ാം തീയതി ജനിക്കുക, 14-ാം തീയതി ജനിക്കുക, 23-ാം തീയതി ജനിക്കുക എന്നിവരാണ്. 5 ജന്മസംഖ്യക്കാരുടെ ഗ്രഹം ബുധനാണ്. വെള്ളിയും വെങ്കലവുമാണ് ബുധന്റെ ലോഹങ്ങൾ. ഈ ലോഹങ്ങൾ ധരിക്കുക വഴി 5 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഗുണഗണങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും വർദ്ധിക്കും. ഇനി നമുക്ക് 6 ജന്മസംഖ്യക്കാരെ പരിശോധിക്കാം. 6 ജന്മസംഖ്യ എന്നാൽ 6-ാം തീയതി ജനിക്കുക, 15-ാം തീയതി ജനിക്കുക, 24-ാം തീയതി ജനിക്കുക. 6 ജന്മസംഖ്യക്കാരുടെ ഗ്രഹം ശുക്രനാണ്. വെള്ളി, പ്ലാറ്റിനം, സ്വർണം എന്നീ ലോഹങ്ങളൊക്കെയാണ് ശുക്രന്റെ ലോഹങ്ങളായിട്ട് പറയുന്നത്. ഇവയൊക്കെ ധരിക്കുന്നത് വഴി ആരോഗ്യപരമായിട്ടുള്ള ഗുണഗണങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ആകർഷണത്വവും സൗന്ദര്യവും വർദ്ധിക്കുന്നതാണ്. ഇനി 7 ജന്മസംഖ്യക്കാരെ പരിശോധിക്കുക. 7 ജന്മസംഖ്യ എന്നാൽ 7-ാം തീയതി ജനിക്കുക, 16-ാം തീയതി ജനിക്കുക, 25-ാം തീയതി ജനിക്കുക. 7 ജന്മസംഖ്യക്കാരുടെ ഗ്രഹം കേതുവാണ്. വെള്ളിയും പഞ്ചലോഹവുമാണ് കേതുവിന്റെ ലോഹങ്ങൾ. ഈ ലോഹങ്ങൾ ധരിക്കുക വഴി ആരോഗ്യപരമായിട്ടുള്ള ഗുണഗണങ്ങൾ കൂടുതലായി ലഭിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയതയും ദൈവിക ബന്ധവും കൂടുതലായിട്ട് ശക്തിപ്പെടും. ഇനി നമുക്ക് 8 ജന്മസംഖ്യക്കാരെ പരിശോധിക്കാം. 8 ജന്മസംഖ്യ എന്നാൽ 8-ാം തീയതി ജനിക്കുക, 17-ാം തീയതി ജനിക്കുക, 26-ാം തീയതി ജനിക്കുക. 8 ജന്മസംഖ്യക്കാരുടെ ഗ്രഹം ശനിയാണ്. ഇരുമ്പും സ്റ്റീലുമാണ്
ശനിയുടെ ലോഹമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ലോഹങ്ങൾ ധരിക്കുക വഴി ആരോഗ്യപരമായിട്ടുള്ള ഗുണഗണങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യുന്ന അധ്വാനത്തിനനുസരിച്ച് തുല്യ ഫലം ലഭിക്കുന്ന സാഹചര്യം വർദ്ധിക്കും. ഇനി നമുക്ക് 9 ജന്മസംഖ്യക്കാരെ പരിചയപ്പെടാം. 9 ജന്മസംഖ്യ എന്നാൽ 9-ാം തീയതി ജനിക്കുക, 18-ാം തീയതി ജനിക്കുക, 27-ാം തീയതി ജനിക്കുക. 9 ജന്മസംഖ്യക്കാരുടെ ഗ്രഹം ചൊവ്വയാണ്. ചെമ്പും സ്വർണവുമാണ് ചൊവ്വയുടെ ലോഹങ്ങൾ. ഈ ലോഹങ്ങൾ ധരിക്കുക വഴി ആരോഗ്യപരമായിട്ടുള്ള ഗുണഗണങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ധൈര്യവും ശക്തിയും വർദ്ധിക്കും. ഗ്രഹങ്ങൾ ചലിക്കും ജീവിതപാതയിൽ. സംഖ്യകൾ തുറക്കുന്നു നിങ്ങൾക്കായി രഹസ്യവാതിലുകൾ. ലോഹങ്ങളുടെ സ്പർശത്താൽ ഭാഗ്യം തെളിയും. വിശ്വാസമുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം. ശരിയായിട്ടുള്ള ഗ്രഹലോഹ സമന്വയത്തിലൂടെ നെഗറ്റീവ് എനർജികൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പോസിറ്റീവ് എനർജികൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒപ്പം ഭാഗ്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ജീവിതത്തിൽ സ്ഥിരതയും സമാധാനവും വർദ്ധിച്ചു വരും. ഓം ശുഭം കരോതി കല്യാണം. സംഖ്യാശാസ്ത്രപ്രകാരവും നിങ്ങളുടെ ഗ്രഹത്തെ അറിയുക, നിങ്ങളുടെ ലോഹം ധരിക്കുക, ജീവിതത്തെ ഉയരങ്ങളിൽ എത്തിക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ സന്ദേശം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നമസ്കാരം. ശുഭദിനം.